എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്ന അഗാപ്പേ എന്ന് പറഞ്ഞ പദമുണ്ടല്ലോ, അത് പിടിച്ചെടുക്കുന്നതല്ല. നാം സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അതാ വേദപുസ്തകത്തിൽ സ്നേഹം. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത് അഗാപ്പേ ലവ് എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ സാക്രിഫിഷ്യൽ ലവ്, ത്യാഗോജ്വലമായ സ്നേഹമെന്നോ ത്യാഗനിർഭരമായ സ്നേഹമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു പദമാണ് അഗാപ്പേ എന്ന് പറഞ്ഞത്. അത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കാഞ്ഞിട്ട് ഇംഗ്ലീഷിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്നേഹം എന്ന പദമുണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് ചാടിക്കറി പറയും ലവ്. അതറിയാവുന്നതുകൊണ്ടല്ലോ നമ്മൾ ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് പിടിച്ചെടുക്കുന്ന സ്നേഹം ആയിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഇംഗ്ലീഷിലെ ഈ ലവ് എന്ന പദം വന്നത് ഇംഗ്ലീഷിൽ നിന്നല്ല, ഇംഗ്ലീഷിന്റെ മൂലപദമല്ല, അത് ഫ്രഞ്ചിൽ നിന്നും വന്നൊരു പദമാ, ഫ്രഞ്ച് പദമാ. അത് LOUEF എന്നൊന്ന് എഴുതി നോക്കിയേ, വായിക്കുന്നത് ലവ് എന്ന ഫ്രഞ്ച് വാക്കാണ്. അത് ലവ് എന്ന ഈ പദം നിങ്ങൾക്കറിയാം. എന്നെ കേൾക്കുന്ന ആളുകളില് ഷട്ടിൽ കോക്ക് കളിക്കാൻ, ഷട്ടിൽ കളിക്കാൻ അറിയാവുന്നവരോ ബാഡ്മിന്റൺ കളിക്കാൻ അറിയാവുന്നവരോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പദം സാധാരണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ നെറ്റ് വലിച്ചു കെട്ടി ബാറ്റുമായി രണ്ട് കക്ഷികൾ നെറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അണിനിരന്നിട്ട് ആദ്യത്തെ ആള് ഒരു കയ്യിൽ ഷട്ടിൽ കോക്കെടുത്ത് മറുകൈയിൽ ബാറ്റ് എടുത്തിട്ട് അപ്പുറത്തു നിൽക്കുന്ന ആളോട് തന്റെ സ്കോർ വിളിച്ചു പറയുന്നത് എങ്ങനെ? ഷട്ടിൽ കോക്ക് കളിക്കാൻ അറിയാവുന്നവർ ഇതിനകത്തില്ലേ? നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയാമോ? ലവ് ഓൾ എന്നല്ലേ പറയുന്നേ? എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സ്നേഹമാണെന്നാണോ? അങ്ങനെ സ്നേഹിച്ചോണ്ടിരുന്ന കളി നടക്കുവോ? ലവ് ഓൾ. ഒരു സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ പറയും വൺ ലഫ്, നിനക്ക് ലഫ്, എനിക്ക് സ്കോർ 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ലഫ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വാക്കാ നിങ്ങളോട് പറഞ്ഞത്, ഇംഗ്ലീഷ് അല്ല. ലഫ് എന്ന് പറഞ്ഞാൽ സീറോ എന്നോ നത്തിങ്നെസ്, ഒന്നുമില്ലെന്നോ വട്ടപൂജ്യമെന്നോ അർത്ഥം വരുന്ന ഒരു പദമാണ് ലഫ് എന്ന ഇംഗ്ലീഷ് പദം. ഇത് എത്ര പേര് മനസ്സിലാക്കിക്കൊണ്ടാ ഈ ഇംഗ്ലീഷ് പദം പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇംഗ്ലീഷിൽ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ ലഫ് എന്ന് പറഞ്ഞാൽ സീറോ, ബീങ് നത്തിങ്നെസ്, ഒന്നുമില്ലാതായി തീരുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. കുഞ്ഞെ, സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയാമോ? സ്വർഗം കടപ്പെടുത്തിയ നിന്നെ സ്നേഹിച്ചത്, സ്വർഗം ശൂന്യമാക്കിയ നിന്നെ സ്നേഹിച്ചത്. നിങ്ങൾക്കറിയാമോ? സ്വർഗത്തിലെ സകലത്തിന്റെയും ഏക അവകാശി, സ്വർഗത്തിലെ ദൈവത്തിന്റെ പൊന്നോമന കുമാരനെ നിനക്ക് വേണ്ടി വിട്ടു തന്നു എന്നുള്ളതാണ് സ്വർഗത്തിലെ സ്നേഹത്തിന്റെ പാരമ്യം എന്ന് പറയുന്നത്. ഞാൻ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സ്നേഹമാണ് ദൈവം നിനക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, താങ്കൾ ആരുമാകട്ടെ, തങ്ങളുടെ ആത്മീക നിലവാരം ഏത് നിലയിലുമാകട്ടെ, ഒരുപക്ഷെ ഇന്ന് വരെ പ്രാർത്ഥിക്കാനായിട്ട് അറിഞ്ഞുകൂടായിരിക്കാം, ഒരുപക്ഷെ ഇന്ന് വരെ വിശുദ്ധ ജീവിതത്തിന്റെ അടുത്തുപോലും വരാത്ത വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ന്യായവിധി അല്ല പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഗോഡ് സോ ലവ് യു. ദൈവം എന്നിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് ഈ വേദപുസ്തകത്തിനല്ലാതെ ആർക്കാണ് ഈ സ്നേഹം തരാൻ കഴിഞ്ഞത്?